കഴിക്കണം. പെണ്ണുങ്ങളെ വെയിൽ അവരുണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കണം. നമ്മളൊക്കെ ആരാണ് എവിടാമേ? കാൽവിയിലാണ് പെണ്ണുങ്ങളെ അമ്മയുടെ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ഇവന്മാരൊന്നും നമ്മളെ ഇതല്ല. ഓരെണ്ണം ഈ നാട്ടിലെ നമുക്ക് സൈഡല്ല. അത് നമ്മ ആദ്യമല്ല ആണെന്നോ നാളേക്കാരും നമ്മളെ സൈഡല്ലോ ആണോ? അല്ല പ്രഹാരം നമ്മെ അടിച്ചു തന്നിട്ടില്ലയോ? നമുക്ക് നാളേക്കാരെ ഒരാളെ ആര് പോകുന്നു? നാളേക്കൽ പോകുന്നില്ല. ഇവിടെ പോലെ വീടുകളിൽ നമ്മള് പോകുന്നില്ല. നാളേക്ക് പത്താമൂട്ടി കണ്ണിന്റെ വീട്ടിലോ പത്താമൂട്ടിയാണ് നമ്മള് പോകുന്നുണ്ടോ? നമുക്ക് പോകേണ്ട കാര്യം ചെയ്യും. പാറയുടെ വീട്ടില് നമ്മളെ തള്ളയാ ആണ്ടിന് വിളിക്കില്ല. എന്നോട് പറഞ്ഞു അയ്യോ ആണ്ടിന് വിളിച്ചപ്പോഴേ എന്റെ നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ആയിരുന്നു. അവരെ ചുമ്മാ പറയുക. നമ്മളെ വിളിക്കാതെ തന്നെ ഇവന്മാര് ഈ വിനു ധർമ്മരാജൻ എല്ലാം ഇവന്മാരുടെ സൈഡ് വിനൂതൊക്കെയാണ്. വിനു ധർമ്മരാജന്റെ വർത്താനം കേൾക്കുമ്പോൾ നോക്കാറില്ല കേട്ടോക്കെ. അല്ലാതെ ക്ലിയർ ആൻഡ് ക്ലിയർ ആയിരുന്നുള്ള നമ്മൾ ഇടപെടുന്ന പോലെയല്ല ഒരാളും നമ്മളോട് ഇടപെടുന്നത്. അത് ഞാൻ പറയുക ഇടപെടുന്നില്ല. ഞാൻ പറയുക നമ്മുടെ വല്ലവരുടെ എടുത്ത് പോയാൽ അവരുടെ സ്വത്ത് വിളിച്ച് വരയ്ക്കാനും അവരെ കുറിച്ച് അറിയണമെന്ന് നമ്മൾ പോയിട്ടുണ്ടോ? മാർക്കൊക്കെയാണ് നമ്മുടെ സ്വത്ത് വിളിച്ച് വരയ്ക്കണം. കഥകൾ ഉണ്ടാക്കണം. എനിക്ക് കഥകൾ ഉണ്ടാക്കണം. എന്റെ ഭർത്താവ് മുഖംകുച്ചർ മുകേഷ് കുമാർ എന്ന് പറയുന്നത് രാജസ്ഥാനിയാണ്. അതവിടെ കണ്ടവനൊന്നുമല്ല. കണ്ടവനൊന്നും എന്റെ ഭർത്താവായാലും ഇവിടെ വരേണ്ട കാര്യമില്ല. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടന ചുമ്മാരാണ് ഉണ്ടായിരിക്കുന്നത്. സോമരാജനും മറ്റവരും SNDP-ക്കാരൊന്നുമല്ല എന്റെ ഇത് തീരുമാനിക്കുന്നത്. SNDP-ക്കാർ ഒരു ലോയിൽ എൻഫോഴ്സ് ചെയ്യാനുള്ള അധികാരവും ഇല്ല. ഉണ്ടോ? കോടതിയിൽ നിയമമുണ്ട്. ഇവിടെ കോടതിയിലല്ല കൊടുക്കുന്നത്. കോടതിയുണ്ട്. ഇങ്ങോട്ട് കയറി ഇതൊന്നും ആക്കണ്ട. എന്തിനാ നമ്മുടെ അവിടെല്ലാം റെക്കോർഡുണ്ട്. അതിന്റെ മുഖത്ത് ഇടാതെ ചീത്ത വിളിക്കുന്ന റെക്കോർഡുണ്ട്. പിന്നെ ഡൽഹിയിലേക്ക് ഇതാക്കിയതെല്ലാം മുക്കുമ്പ് സാക്ഷിയുണ്ട്. പിന്നെ മുക്കും എന്റെ ദിവസം വിളിക്കുന്നതിന് മുക്കും ചെയ്യും. കണ്ടവന്മാരൊക്കെ ഉണ്ട് എന്റെ വല്ലത് പറഞ്ഞു. പിന്നെ അമ്മയില്ലയോ? എന്താ സാക്ഷിയാ? എന്താ സാക്ഷിയാണ്? ഞാൻ ചീത്ത വിളിക്കുന്നതിന് നിന്റെ റെക്കോർഡ് ഇല്ലയോ? ചീത്ത വിളിക്കുന്നതിന്റെ റെക്കോർഡ് നിങ്ങളുടെ കീഴിൽ ക്രോസ് അടിക്കുന്നതിന്റെ എല്ലാ റെക്കോർഡ് നമ്മുടെ ഇരിക്കുമോന്ന് മുഖത്തോട്ടിരിക്കുന്ന എന്തോ സാക്ഷിയാണ്. ഇതേപോലെ കോടതി കാണിക്കുന്നുണ്ടെ കോടതി അവിടെ കിട്ടുള്ളൂ. അവരാ ചീത്ത വിളിക്കുന്നത് നിരന്തരം. നമ്മുടെ ഇങ്ങനത്തെ ചീത്തയെ വിളിക്കുന്നോ? ഈ നാട്ടുകാരാണ് വിളിക്കുന്നില്ലയോ? വിളിക്കുന്ന ഇവരാരോ നമ്മളെ ചീത്ത വിളിക്കാന് സുബ്രഹ്മണ്യന് അവന്റെ അവന്റെ മോള് കാണാമൊഴി ഇരുന്ന് നോക്കിയതാണ് അവർക്ക് എന്നോട്. എന്താ നോക്കിയത്? അവരുടെ പേരല്ല ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതിലേക്ക് അവരുടെ പേരല്ല ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ കാളാമ്പുഴക്കാരി വരെ ഇങ്ങനെ എന്റെ ഇവരൊന്നും ഷെയർ ചെയ്യാൻ നമുക്ക് പറഞ്ഞു. ഇവരുടെ രോഗം കാളാമ്പുഴക്കാരിക്ക്. അപ്പൊ എന്നെ ശാദിച്ച് നമ്മുടെ കാര്യം ഇവർക്ക് കേൾക്കുക. അസൂയൊന്നുമല്ല. എന്നെ എങ്ങനെ ഭഗവതി ഇതൊക്കെ പിടിച്ചു വെക്കണം എന്നുള്ളതാണ് രോഗം. ഒന്നാരുണ്ട് അവിടെ
നിൽക്കുന്നതിന്റെ കുറെ ലാഭങ്ങളുണ്ടായിരുന്നു. അതെല്ലാം അറിയാതിട്ടാണ് എന്റെ ടിവിയാർ കൊണ്ട് പോയത്. അല്ലാതെ ടിവിയാറുണ്ട്. ഞാൻ 50,000 രൂപ കൊടുത്തു വെച്ച ടിവിയാറാ അവന്റെ പേര്. ചെറുപ്പം തട്ടി കയറി അടിച്ചു കൊടുത്തപ്പോ അവിടെ ഇട്ടാറുണ്ട്. എന്റെ ടിവിയാറുണ്ടെന്ന് ആര് പറഞ്ഞു? അവനെന്റെ ടിവിയാർ കൊണ്ട് പോയ എന്റെ കണ്ണാത്ത് പുസ്തകങ്ങളുടെ വീട്ടിലിരിക്കില്ല. കണ്ണാത്ത് എന്റെ കണ്ണാത്ത് പറഞ്ഞാൽ ആര് പറഞ്ഞവനോട് എന്റെ കണ്ണാത്ത് നോക്കിക്കാന് പലതും നോക്കിച്ചോണ്ട് ഇവന്മാരാ പോയത്. എന്റെ വെളിച്ചാത്തിരിക്കുന്ന സാധനമല്ല ഒരാളെ എന്റെ കണ്ണാത്ത് കയറി നോക്കിക്കാന് ആണോമാരെല്ലാം കയറി എന്റെ കണ്ണാത്ത് നോക്കിക്കാൻ. ഞാൻ 4 കണ്ണാത്ത് വാങ്ങിച്ചതേ. 4 വാങ്ങിച്ചത്. കണ്ണാത്ത് വിട്ടോണ്ട് വണ്ടിക്കകത്ത് വരാൻ പറ്റില്ല. ഞാൻ ഓട്ടോ വെച്ച് വന്നതാ. കാറ്റ് മുടക്കിയതാ. പോയി അകത്താക്കിനെ. നാളെ എന്റെ കണ്ണാത്ത് നോക്കിക്കാനായിരുന്നു. എന്റെ കണ്ണാത്ത് മുറിച്ചോണ്ട് പോയിട്ട് കെട്ട വട്ടി എന്നിട്ട് 4 കണ്ടവന്റെ ഒക്കെ മോട്ടിച്ച് നടക്കുന്ന 4 മോട്ടിച്ച് നിന്ന് പഠിച്ചുപോയത്. മോട്ടിക്കാവുന്ന ഇപ്പം വസ്തുമോഷണം അങ്ങനെ പലവരെ വസ്തുമോഷണം അങ്ങനെ പലവരെ മോഷണമാണ് ജോലി. ഭയങ്കര മോഷണക്കാരനാണ്. മോട്ടിക്കാൻ നടക്കുക. കണ്ടാറ് വസ്തു പറയില്ല. മോഷണം കൊണ്ട് നടക്കുക. ആ 93 മുതലുകൾ എന്റെ എഴുതിയിട്ടുണ്ട്. 93 മുതൽ നമ്മളോട് ബുദ്ധിക്ക് വന്നതാണ്. ശിവനോട് നമ്മളോ ഞാനാ വാങ്ങിച്ചത്. അന്ന് ശിവനോട് വാങ്ങിച്ചത് 2 വാട്ട് കുറവത്തിന്റെ കാശ് കൊടുത്താണ് ശിവനോട് വാങ്ങിച്ചത്. ചുമ്മാതെ കിട്ടിയൊന്നുമല്ല. സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് എന്തെല്ലാം പറയുന്നത് ഊമ്പിച്ചെടുത്ത് പോലും ഊമ്പിച്ചെടുത്തുന്ന അവന്റെ വാക്കാത് എന്തെങ്കിലും കണ്ടുകൊണ്ടേ അവനാ ഇങ്ങനെ നടക്കുന്നത്. കണ്ടവരെല്ലാം വിട്ടുവയ്ക്കാൻ തറയുടെയും മറ്റവരുടെ എല്ലാം നടന്നത് കുറെ കേരള കോളേജ് കേൾക്കുണ്ടല്ലോ ഈ തെളിവിന്. ഇത് കള്ളവെപ്പുമായിട്ട് നടക്കുന്നത്. ഇങ്ങനെ കള്ളവെപ്പുകാരൻ കള്ളത്തരവും കൊണ്ട് നടക്കുന്നത് നമുക്ക് അറിയുമ്പോൾ പലരും കള്ളത്തരം കൊണ്ട് നടക്കില്ല. എന്താ ഇവന്മാർ എന്നെ എന്റെ പുറകിൽ നടക്കുന്നത്? ഇവന്മാരാണ് എന്റെ പുറകിൽ നടക്കാറ്. പ്രധാനമന്ത്രി കോമരാജനും അന്ന് SNDP വന്ന് നിൽക്കുന്നവന്മാരൊക്കെ എന്നെ കുറിച്ച് കണ്ടിട്ടാലും എന്റെ പുറകിൽ നടക്കാനും എന്റെ യൂട്യൂബിൽ കയറി കഞ്ഞാനും ഇവന്മാരാരാണ്? കാണാൻ കിടക്കുന്നത് വരെ രോഗം അവിടെ എന്റെ കൊണ്ട് നടക്കുന്നത്. തുമ്പിന്ന് പറയുന്നത് ചെറിയ ഇടുമ്പോൾ ഇങ്ങനെ നടക്കുക എന്നെ വകവരുത്താൻ. ഇപ്പൊ ഇങ്ങനെ അടിക്കുക. എന്നെ വകവരുത്താൻ എന്നെ എങ്ങനെയെങ്കിലും എന്റെ തലക്കടിച്ച് കൊല്ലണം. പുതിയ പുതിയ ടെക്നോളജി വഴി ലേസർ വന്നിട്ടെല്ലാം അടിക്കുക. അങ്ങനെ പല വേദനകളുമായിട്ട് നടക്കാൻ ഇവനൊക്കെ ആരാ? എന്റെ ഇഗ്നോട്ടിങ്ങനെ അടിക്കേ ഇഗ്നോട്ടിങ്ങനെ ഇങ്ങനെ രോഗമാ. ഫോണും കൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇവന്മാര്. ഫോണും പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഫോൺ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവുണ്ട് ഞാൻ എന്തോ ചെയ്യുന്നതിനുള്ളത്. എന്റെ ഓരോ യൂട്യൂബിനകത്തോട്ടും ഈ ക്യാമറ സമയബന്ധത്തിലെ ക്യാമറ 3 എന്റെ ക്യാമറ. അല്ലാതെ ഇത് കറണ്ട് വന്നാലും പോയാലും ഇത് കണ്ടർത്തൊന്നും പോകില്ല എന്റെ ക്യാമറ. കറണ്ട് ഇന്നലെ 4 പ്രാവശ്യം എന്റെ ക്യാമറ നോക്കി സമയം ഉണ്ടാക്കാൻ നോക്കിയത്. എന്താ കഥ ഉണ്ടാക്കുന്നത്? എന്താ കഥ ഉണ്ടാക്കുക? ഞാൻ അമ്മയുടെ കൂടെ ഇല്ലേ സമയം ഇരിക്കുന്നത്? എന്താ കഥ അമ്മയുടെ ഉണ്ടാക്കുന്നിട്ട് തോന്നിയാത്ത കഥകള്? ഡൽഹിയില് അവനിങ്ങോട്ട് എന്റെ എന്തുവാ 2 മണി 1 മണി കഴിഞ്ഞപ്പോഴാണ് എന്റെ കവലയെ വന്ന് പാതിരാത്രിക്ക് അയച്ചത്. നീക്കറൊക്കെ പറ്റിക്കൊണ്ടിരിക്കുന്നത് ആ ഓണർ തന്നെ. എന്റെ പേര് ദാഗർ എന്നാ. ദാഗർ എന്നാണ് എന്റെ പേര്. അന്നേരം മുപ്പ് പറഞ്ഞു പോലീസിനെ വിളിക്കാൻ. പോലീസിനെ വിളിച്ച് പിന്നെ എന്തുവാ 3 മണി ആയപ്പോഴത്തേക്ക് ഇവിടെ വന്നു കേട്ടോമേ. ഇനി വരണ്ടായോ? എന്നിട്ട് പോലീസുകാരൊന്ന് ഇവനെ പിടിച്ച് എന്നിട്ട് ഇവനെ ഊടിക്കാതിരിക്കുക. ഇവൻ ഫുൾ പണിയാണല്ലോ. നമ്മളൊന്നും ആരും ഊടാൻ പറഞ്ഞില്ല. ഇവനെയാണ് ഊടിക്കൊണ്ടിരുന്നതല്ല. ഏതാ ദാഗർ എന്ന് പറയുന്നവനെ. അവർക്ക് കണ്ടാൽ അറിയാം ആരാ കണ്ടുപിടിക്കുന്നതൊക്കെ. ഞങ്ങളെ ആരും ഒന്നും ഊടിക്കില്ല കേട്ടോമേ. തോന്നിയാക്കം കാണിച്ച് അവനെയാണ് ഊടിക്കൊണ്ടിരുന്നത്. ഊടിച്ചതെല്ലാം നല്ല ഒന്നാമതെ ഫുള്ളെ കണ്ടുപിടിച്ചിട്ടാണ് തോന്നിയാക്കം കാണിച്ചത് ദാഗർ എന്ന് പറയുന്നത്. എന്തെങ്കിലും തെളിവുണ്ട്. എനിക്ക് കംപ്ലൈന്റ്